എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു വിഷയം പറയാൻ ഉദ്ദേശിക്കുന്ന കൃഷിയെ സംബന്ധിച്ച ഒരു വിഷയം എന്ന് പറയുന്നത്, കേരളത്തിൽ കൃഷി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ തെങ്ങ് കൃഷിയും വാഴ കൃഷിയും തിരിച്ചെടുത്തത്. കേരളമായി അറിയപ്പെട്ടിരുന്നത് തെങ്ങ് കൃഷി ആശ്രയിച്ചാണ്. ഇപ്പം ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെങ്ങിൻ്റെ ഈൽഡ് കിട്ടിയിരുന്ന ഒരു നാടാണ് ആലപ്പുഴ. അതുകൊണ്ടാണ് കയർ ഇൻഡസ്ട്രി ആലപ്പുഴ ജില്ലയിൽ വേരൂന്നാനുണ്ടായ കാരണം. തേങ്ങയിലെ പുറത്തെ തൊണ്ടാണ് ഇതിൻ്റെ കയർ ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽ. ഇന്ന് ആലപ്പുഴ ജില്ലയുടെ അവസ്ഥ ഓലമഞ്ഞളിച്ചും ചെല്ലികുത്തിയും ചെന്നീരൊലിച്ചും കാറ്റുവീഴ്ച വന്നും പൂർണ്ണ നാശത്തിലെത്തുന്നു. ആലപ്പുഴ ജില്ലയിൽ ഈ അവസ്ഥ വന്നപ്പോൾ ബാക്കിയുള്ള ജില്ലയിലെ ആൾക്കാരുടെ വിചാരം അവർക്ക് രോഗം വരില്ലെന്നാണ്, തെങ്ങിന് രോഗം വരില്ലെന്ന്. അങ്ങനെയല്ല എന്നാണ്. ഇപ്പോൾ കാസർഗോഡ് വരെ ഈ രോഗമായി കഴിഞ്ഞു, കാറ്റുവീഴ്ച രോഗം വന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് കാറ്റുവീഴ്ച രോഗം വന്നു കഴിഞ്ഞു. പക്ഷേ ഞങ്ങളുടെ മണ്ണിന് ആദ്യം രോഗം വന്നു. കാരണം ഇവിടുത്തെ സാൻഡി സോയിലായതുകൊണ്ട് അവിടെ ആദ്യം അത് പ്രകടമായി എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സോയിലും ഇത് സംഭവിക്കും. ഇതിൻ്റെ മൂല കാരണം സോയിൽ ഡിപ്ലീഷനാണ്, മണ്ണിലുണ്ടാകുന്ന ശോഷണക്കുറവ് തന്നെയാണ്. ഒരു വിള നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തെങ്ങ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെങ്ങിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു സംവിധാനമാണ്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പണ്ട് കാലത്ത് എന്തായിരുന്നു ഇതിന് ചെയ്തിരുന്ന വളപ്രയോഗങ്ങൾ, എങ്ങനെയായിരുന്നു തെങ്ങിനെ സംരക്ഷിച്ചിരുന്നത് എന്നുള്ളത്. ഇവിടെ ഞങ്ങൾക്ക് ആലപ്പുഴ ജില്ലയിൽ കടലിലെ ചാകര വരുമ്പോൾ മത്തി ഇഷ്ടം പോലെ ഉണ്ടാകും. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ചെയ്തിരുന്നത് പൊട്ടക്കണക്കിന് ഈ മത്തി മേടിച്ചിട്ട് ആളെ നിർത്തി തെങ്ങിന് തടം തുറന്നിട്ട് ഈ മത്തി നേരിട്ടിട്ടിട്ട് മണ്ണിട്ട് മൂടി നല്ല പിറ്റേ വർഷം ഈ തെങ്ങിൻ്റെ കരുത്ത് കാണും. ഓലമടൽ തലപ്പ് മുഴുവൻ ഒരു റൗണ്ട് പോലെ വരും. തെങ്ങ് നിറച്ച് തേങ്ങായി വരും, ഒരു രോഗവും വരാത്ത ഒരവസ്ഥ വരും. ഇതിൻ്റെ യാഥാർത്ഥ്യം ആ മീനിൽ നിന്നും കിട്ടുന്ന ഫാറ്റ്, കൊഴുപ്പും പ്രോട്ടീനുമാണ്. ഇത് തെങ്ങിന് വേണം. ഇന്ന് ആലപ്പുഴ ജില്ലയ്ക്ക് കയർ ഇൻഡസ്ട്രിക്ക് വേണ്ട റോ മെറ്റീരിയലായ ചകിരി, ഒരു ദിവസം 200 ലോഡ് ചകിരി തമിഴ്നാട്ടിൽ നിന്ന് വന്നാലേ ആലപ്പുഴ ജില്ലയിൽ കയർ ഇൻഡസ്ട്രി നിലനിൽക്കുന്നു എന്ന അവസ്ഥ വരെ വന്നു. ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമുക്ക് മീൻ വളം തെങ്ങിന് കൊടുത്തേ പറ്റും. തെങ്ങിനും വാഴയ്ക്കും മീൻ വളം അത്യന്താപേക്ഷിതമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി, 35 വർഷമായി തെങ്ങിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കൺക്ലൂഷൻ, മീനിൻ്റെ വേസ്റ്റ് ഇൻക്ലൂഡിങ് ചെമ്മീൻ തല, ഫീലിംഗ് ഷെഡിലെ ചെമ്മീൻ വേസ്റ്റ്, ഇതെല്ലാം കമ്പോസ്റ്റാക്കി തെങ്ങിന് കൊടുത്താൽ തെങ്ങിനെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. നല്ല രീതിയിൽ കമ്പോസ്റ്റാക്കാനുള്ള ഒരു ടെക്നോളജി തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. കാർബൺ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഉമിക്കരി ഉപയോഗിച്ചിട്ടുള്ള ഒരു കമ്പോസ്റ്റിംഗ് രീതിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെ ഉപയോഗിച്ച് കാർബൺ കമ്പോസ്റ്റിങ്ങിലൂടെ നാറ്റമുണ്ടാക്കുന്നത് എന്തും നമുക്ക് കമ്പോസ്റ്റാക്കാം. ആ മീനിൻ്റെ വളം ഈ കാർബൺ കമ്പോസ്റ്റിങ്ങിലൂടെ കമ്പോസ്റ്റാക്കി തെങ്ങിന് കൊടുത്താൽ തെങ്ങ് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. തെങ്ങ് ശക്തിയായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ pH 7.5-8 കൊണ്ടുവരും. അതിന് കുമ്മായം ഇടാനേ പാടില്ല. കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ നിഷിദ്ധമാണ്. അതൊക്കെ സോയിൽ ഇക്കോളജി, മണ്ണിൻ്റെ സകല സൂക്ഷ്മജീവികളെയും നശിപ്പിച്ച് കളയും, മണ്ണര പോലും ചത്തുപോകും. അതുതന്നെയല്ല, അതിൻ്റെ ആൽക്കലൈൻ pH ഒരുപാട് പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്തിട്ട് 10 മേളിൽ വരും, വീണ്ടും അത് റെഡ്യൂസ് ചെയ്ത് പോകും. pH സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ പറ്റുന്ന കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന സാധനം അപ്ലൈ ചെയ്ത് മണ്ണിൻ്റെ pH 8-8.5. ഞാൻ ലക്ഷദ്വീപിലെ മണ്ണെടുത്ത് പരിശോധിച്ചിട്ടുള്ളതാണ്. ലക്ഷദ്വീപിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ തെങ്ങ് ശക്തമായിട്ട് വളരുന്നത്. ആ ലക്ഷദ്വീപിലെ മണ്ണിൻ്റെ pH 8.5. ഈ കക്ക നേരിട്ട് പൊടിച്ചെടുക്കുന്ന ആ കക്കാപ്പൊടിയുടെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് മണ്ണിൻ്റെ pH 8-8.5 എത്ര വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. സ്റ്റെബിലൈസ് ചെയ്ത് കിട്ടും, ചെടികൾക്ക് ഷോക്ക് ഉണ്ടാകില്ല. ഇപ്പോൾ 2 പ്രൊഡക്റ്റുകൾ, ഈ pHും കറക്റ്റ് ചെയ്യണം, മീനിൻ്റെ വേസ്റ്റും തെങ്ങിന് കൊടുക്കാമെങ്കിൽ ഈ ഓർഗാനിക് വളത്തിലൂടെ തെങ്ങിനെ തിരിച്ചു പിടിക്കാം. നമ്മളുടെ ഭക്ഷണത്തിൽ
അയോഡിൻ എന്ന് പറയുന്ന മൂലകം ഇല്ലാണ്ടായിരിക്കുന്നു. ഒരു ട്രേസ് എലമെൻ്റാണ്, യുണീക്കായിട്ടുള്ള ഒരു ട്രേസ് എലമെൻ്റാണ്. അയഡിൻ ഇല്ലാതായതുകൊണ്ടാണ് അയഡൈസ്ഡ് സാൾട്ട് തന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ട്രേസ് എലമെൻറ്റ്സ് നമ്മളുടെ മണ്ണിലെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ട്രേസ് എലമെൻറ്റ്സ് റീപ്ലേസ് ചെയ്യാതെ നമ്മളുടെ രോഗങ്ങളൊന്നും തന്നെ മാറ്റിയെടുക്കാൻ പറ്റില്ല. ചെടികളുടെ രോഗവും മാറ്റാൻ പറ്റില്ല, മനുഷ്യൻ്റെ രോഗവും മാറ്റാൻ പറ്റില്ല. ഈ ട്രേസ് എലമെൻറ്റ്സ് എല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യണം. അതിൽ ഫിഷിൻ്റെ വേസ്റ്റ് മണ്ണിലേക്ക് കൊടുത്ത് മണ്ണിലെ ഫാറ്റ് പ്രോട്ടീൻ ഘടന നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കൃഷിക്ക് മാത്രമേ പറ്റുള്ളൂ. ഫിഷ് ഉപയോഗിച്ചുള്ള വളം ഉപയോഗിച്ച് കൃഷി ചെയ്താൽ മണ്ണിൽ വെള്ളം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കൂടുകയും വാട്ടർ അവൈലബിലിറ്റി ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ പല വിധത്തിലുള്ള ഗുണങ്ങളാണ് നമ്മളുടെ ഈ മീനിൻ്റെ വേസ്റ്റ്, ഇറച്ചിയുടെ വേസ്റ്റ് അതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്നത്. ഇപ്പോൾ ഇതിനും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടിരിക്കാൻ ബയോ ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഫിഷ് ബേസ്ഡ് ഓർഗാനിക് മാനുവർ എന്ന് പറഞ്ഞിട്ട് ബയോ ഫിഷ്. ഇത് പച്ചക്കറികൾക്കും എല്ലാ വിളകൾക്കും ഉപയോഗപ്രദമായ ഒരു പ്രൊഡക്റ്റാണ്. ഇത് വാങ്ങി പരീക്ഷിച്ച് നോക്കാം, എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഗുണകരമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. അതല്ല, ചിലവ് കൂടുതലാണെങ്കിൽ അവരവർ തന്നെ ഉണ്ടാക്കിക്കോ, ഒരു കുഴപ്പമില്ല. കോഴിക്കോട് മേഖല, കണ്ണൂർ മേഖലയിലെ തെങ്ങ് ആലപ്പുഴ ജില്ലയുടെ ഗതി വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇപ്പോഴേ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കാരണം ഇത് മിക്കവാറും കടലിലെ മീനാണ് കൂടുതലും ഇത് വേസ്റ്റായിട്ട് വരുന്നത്. ആ കടൽ മീനിൻ്റെ പ്രത്യേകത അതിന് കടലിലെ എല്ലാ ട്രേസ് എലമെൻറ്റ്സും ഈ വേസ്റ്റിലുണ്ട്. ഈ ട്രേസ് എലമെൻറ്റ്സ് കിട്ടാതെ തെങ്ങിനെ സർവൈവ് ചെയ്യാമെന്ന് ആരും കരുതണ്ട. ഒരു കാര്യം ഉറപ്പാണ്, മീനിൻ്റെ വേസ്റ്റ് കമ്പോസ്റ്റിലൂടെ നമുക്ക് തെങ്ങിനെ തിരിച്ചു പിടിക്കാം.